കുരിക്കാട്ടിൽ. അമേരിക്കൻ മലയാളിയായ ശ്രീ ജെയിംസ് കുരിക്കാട്ടിൽ ക്രിസ്ത്യൻ മതപൊള്ളത്തരത്തെക്കുറിച്ച് നിരന്തരം എഴുതുകയും പറയുകയും ചെയ്യുന്ന ആളാണ്. ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ വ്യാജ ക്ലെയിമുകളെ നിശിതമായി വിമർശിക്കുന്നതിലൂടെ അപ്പോളജിസ്റ്റുകളുടെയും ധ്യാന ഗുരുക്കന്മാരുടെയും കണ്ണിലെ കരടാണ് ജെയിംസ് കുരിക്കാട്ടിൽ. സ്വാഗതം ജെയിംസ് കുരിക്കാട്ടിൽ. ഒരു നാടിൻ്റെ ടൂറിസത്തിൻ്റെ വികസനത്തിന് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പരസ്യം ചെയ്തൊരു നാട്ടിൽ ടൂറിസ്റ്റുകളുടെ എണ്ണം എത്രയധികമായി വർദ്ധിച്ചു എന്നതിന് തെളിവുകളൊന്നും എനിക്കില്ല. എന്നാൽ ദൈവം ഒരു സങ്കല്പമാണെന്ന് തിരിച്ചറിഞ്ഞവരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളതിന് തെളിവാണ് ഈ സ്റ്റേഡിയം. ഈ തെളിവുകൾ കേരളത്തെ നയിക്കട്ടെ. ബൈജുവിൻ്റെ റോക്കറ്റ് സയൻസിന് ശേഷം നമുക്ക് ഇത്തിരി ലളിതമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ കേൾക്കാം. വിഷയം നന്മ നിറഞ്ഞ മൂല്യച്യുതികൾ. നമ്മൾ എന്തിനെയാണ് സാധാരണ മൂല്യച്യുതി എന്ന് പറയുന്നത്? സാംസ്കാരികമായ ഒരു അധപതനത്തെ, അധാർമികമായ എന്തിനെയെങ്കിലും ആവണം. അങ്ങനെ ഒരു സാംസ്കാരികമായ ഒരു അധപതനത്തിൽ, ഒരു അധാർമികതയിൽ പിന്നെ എന്ത് മൂല്യമാണ്, എന്ത് നന്മയാണ് ഉള്ളതെന്ന ഒരു കൗതുകം നിങ്ങളിൽ ഉയർന്നേക്കാം. അതിനുള്ള മറുപടിയാണ് ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മളെല്ലാം നമ്മുടെ രാജ്യത്തെ അതിയായി സ്നേഹിക്കുന്നവരാണ്, രാജ്യസ്നേഹികളാണ്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ മാതൃഭാഷയെ, നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ടുള്ള എല്ലാത്തിനെയും, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഭക്ഷണക്രമം, ഇതെല്ലാം വളരെ മികച്ചതാണെന്ന് കരുതുന്നവരാണ് നമ്മൾ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് ചൊല്ലിക്കേട്ട് പറഞ്ഞാണ് നമ്മൾ വളർന്നത്. എന്നാൽ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്കാരവും മികച്ചതാണെന്ന് കരുതുമ്പോഴും നമ്മുടേതാണ് ഏറ്റവും മികച്ചത് എന്ന് കരുതുന്നിടത്ത് ഒരു പ്രശ്നമുണ്ട്. മത തീവ്രവാദം പോലെ തന്നെ അപകടകരമായ ഒരു തീവ്ര ദേശീയ ബോധത്തിൻ്റെ ഉൽപ്പന്നമാണത്. ഹമാരാ ദേശ് അച്ഛാ ഹേ എന്ന് നമുക്ക് പറയാം, ചിന്തിക്കാം, നമുക്ക് അഭിമാനിക്കാം. പക്ഷെ സാരേ ജഹാം സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്നിടത്താണ് ഒരു പ്രശ്നം. ഞാനിത് പറയുന്നത് ഒരു പഴയ പാട്ടിൻ്റെ 2 വരികളെന്ന നിലയ്ക്കല്ല. അങ്ങനെ ചിന്തിക്കുകയും നിരന്തരം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളിടത്താണ്. ഞാൻ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണമായ എൻ്റെ ഒരു സഹപ്രവർത്തകയുമായി ഉണ്ടായ ഒരു സംഭാഷണം വളരെ ബ്രീഫായി 1 മിനിറ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഒരു ദിവസം എൻ്റെ ഒരു സഹപ്രവർത്തക എന്നോട് വന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഡു യു ഗൈസ് വർഷിപ്പ് ഹ്യൂമൻ ജെനിറ്റൽസ് ഇൻ ഇന്ത്യ? ഞാൻ ആദ്യം ഒന്ന് സ്തബ്ധനായി ഈ ചോദ്യം കേട്ടപ്പോൾ. പക്ഷേ എനിക്ക് സംഭവം പെട്ടെന്ന് മനസ്സിലായി. കാരണം അതിന് 2 ദിവസം മുമ്പായിരുന്നു ശിവരാത്രി. അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവലിംഗ പൂജയുടെ ഏതെങ്കിലും വാർത്തകൾ അവർ ന്യൂസിൽ കണ്ടതിൽ നിന്നാവാം ഈ ചോദ്യം ചോദിച്ചത്. ഇവിടെ എനിക്കൊരു പ്രശ്നമുണ്ട്. കാര്യം പറഞ്ഞാൽ ഈ മതവിമർശനമൊക്കെ ഞാൻ നടത്തുമെങ്കിലും മറ്റൊരു രാജ്യത്ത് ഞാൻ ജീവിക്കുമ്പോൾ അവിടെയുള്ളവർ നമ്മുടെ ജീവിത രീതികളെ, നമ്മുടെ ആചാരങ്ങളെ പരിഹസിക്കാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ എൻ്റെ ദേശസ്നേഹം ഉണരും. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഞാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യും. അപ്പം ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, ഡു യു മീൻ വർഷിപ്പിംഗ് ശിവലിംഗ? No, Shivalinga is a symbol of generative power, you know. And if you are talking about its cylindrical structure, this cylindrical figure can accumulate abundance of energy. Look around all the nuclear reactors in the world. It's all built in the shape of Shivalinga. Even the atom bomb is made in the shape of Shivalinga. ഇതിൽ ഈ ആറ്റം ബോംബ് മാത്രമേ ഞാൻ എൻ്റെ കയ്യിൽ നിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എനിക്കൊരു സംഘമിത്രത്തിൻ്റെ പേജിൽ നിന്ന് കിട്ടിയ സംഭവങ്ങളായിരുന്നു. ആറ്റം ബോംബിൻ്റെ ഷേപ്പ് എന്താണെന്ന് എനിക്ക് അറിയാമായിട്ടൊന്നുമല്ല. പിന്നെ ഏതായാലും തള്ളുകല്ലേ എന്നാൽ പിന്നെ ശിവലിംഗ ആറ്റം ബോംബാണെന്നും കൂടെ തള്ളിയേക്കാവുന്ന ഞാൻ കരുതി. ഇവിടെ ഞാനിത് പറയാൻ കാരണം, നമ്മൾ എത്രയൊക്കെ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞ് വീമ്പിളക്കിയാലും ഇന്ന് ഈ നൂറ്റാണ്ടിലും മനുഷ്യൻ്റെ ജനനേന്ദ്രിയത്തെ വരെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ഒരു പ്രാകൃത സമൂഹമായി നമ്മളെ കാണുന്ന ഇതര സമൂഹങ്ങളും ഉണ്ടെന്ന് അറിയുമ്പോഴാണ് ഈ സാരേ ജഹാം സേ അച്ഛ എന്നൊക്കെ അത്ര ഉയരത്തിൽ കയറി പിടിക്കണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് മൂല്യങ്ങളിലേക്കും മൂല്യച്യുതികളിലേക്കും വരാം.
നമ്മൾ ഭാരതീയ മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സംഭവമാണ് മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനവും അത് പ്രകടിപ്പിക്കുന്ന നമ്മുടെ രീതികളും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം, പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കണം. ഈ പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കാൻ നമുക്ക് ഭാഷ മാത്രമല്ല, നമുക്കതിനൊരു ബോഡി ലാംഗ്വേജ്, ഒരു ശരീരഭാഷ പോലുമുണ്ട്. പ്രായത്തിൽ മുതിർന്നവർ വരുമ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുക, മുണ്ട് മടക്കി കുത്തിയിരിക്കുകയാണെങ്കിൽ അത് അഴിച്ചിടുക, അവരുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുക. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, നമ്മൾ മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുക എന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. മാതാപിതാക്കളും മക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം ബഹുമാനിക്കുക എന്നതാണ് ഒരാധുനിക സമൂഹത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. മ്യൂച്വൽ റെസ്പെക്റ്റ്. നിങ്ങളുടെ പ്രായം എത്ര തന്നെയായിരുന്നാലും, നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, ഓരോ മനുഷ്യനും പരസ്പരം ബഹുമാനിക്കുക. ട്രീറ്റ് എവരി വൺ വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി. ഇത് നമ്മുടെ കുടുംബജീവിതത്തിൽ പോലും, നിങ്ങൾക്കൊരു വയസ്സിന് മൂത്ത ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ അവരെ ചേട്ടാ, ചേച്ചി, ഇക്ക എന്നൊക്കെ വിളിച്ച് ബഹുമാനിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ നിങ്ങൾക്കൊരു 80 വയസ്സാകുമ്പോഴും ഈ ഒരു വയസ്സിന് മൂത്ത വിദ്വാൻ നിങ്ങളെ ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിലും അതുതന്നെയാണ്. ഒരു ജീവിതകാലം മുഴുവൻ പേര് പോലും വിളിക്കാൻ പറ്റാതെ ചേട്ട, ഇക്ക, ഇച്ചായ എന്നൊക്കെ വിളിച്ച് അവർ ബഹുമാനിക്കുമ്പോൾ തിരിച്ചൊരു ജീവിതകാലം മുഴുവൻ അവർ അഭിസംബോധന ചെയ്യപ്പെടുന്നത് എടി, നീ എന്നൊക്കെ ആയിരിക്കും. അവിടെ ഇത് മോശമാണെന്ന് പറയാനല്ല ഞാനിത് പറയുന്നത്. നമ്മുടെ മൂല്യങ്ങൾ, ഭാരതീയ മൂല്യങ്ങളൊന്നും മോശമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഏതാണ് ട്രീറ്റ് എവരി വൺ വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി എന്നുള്ള ആധുനിക സമൂഹത്തിൻ്റെ മൂല്യമാണോ, അതോ നമ്മൾ ഇന്നും പാലിക്കുന്ന നമ്മുടെ മൂല്യങ്ങളാണോ? ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതാണെന്ന് പറയാനല്ല ഞാനിത് പറയുന്നത്. മറിച്ച് ഏതാണ് കൂടുതൽ ഒരാധുനിക സമൂഹത്തിന്, ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് അഭിലഷണീയം എന്ന് ചിന്തിക്കാനാണ്. നമ്മൾ ഭാരതീയ മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം നമ്മുടെ ഭദ്രമായ കുടുംബ ബന്ധങ്ങളാണ്, കുടുംബ മൂല്യങ്ങളാണ്. മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് ജീവിക്കുന്ന, മക്കൾ വിവാഹപ്രായമായാലും വിവാഹം കഴിഞ്ഞും മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന, പിന്നീട് മാതാപിതാക്കൾ അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സ്വന്തം വീടുകളിൽ മക്കൾ തന്നെ അവരുടെ വാർദ്ധക്യത്തിൽ പരിചരിക്കുന്ന വളരെ നല്ല ശക്തമായ ദൃഢമായ ഒരു കുടുംബ ബന്ധവും കുടുംബ മൂല്യവും നമുക്കുണ്ട്. ഈ ഒരു കുടുംബ മൂല്യത്തിൽ നമ്മൾ അഭിമാനിക്കുമ്പോഴും നമ്മൾ പാശ്ചാത്യരുടെ ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ, അവരുടെ ഇടയിലെ ഉയർന്ന ഡിവോഴ്സ് റേറ്റിനെ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അവരെ പരിഹസിക്കാറുമുണ്ട്. അവരുടെ ആണുങ്ങളെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, തുണി മാറുന്നതുപോലെ പെണ്ണുങ്ങളെ മാറുന്നവരാണ്. അവരുടെ പെണ്ണുങ്ങളെയും നമ്മൾ വെറുതെ വിടില്ല. 4 മക്കളുണ്ടെങ്കിൽ 4 കെട്ടിയവന്മാരുടെ ആയിരിക്കും. എന്നിട്ട് അവസാനം വാർദ്ധക്യത്തിൽ സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ തയ്യാറാകാതെ അവരെ വൃദ്ധമന്ദിരങ്ങളിൽ ഉപേക്ഷിക്കുന്ന, ഒരു നന്മയും ഒരു മൂല്യബോധവും ഇല്ലാത്ത ഒരു തലമുറയായിട്ടാണ് നമ്മൾ പാശ്ചാത്യ സമൂഹങ്ങളിലൊക്കെയുള്ള മനുഷ്യരെ കാണുന്നത്. ഇവിടെ വൃദ്ധമന്ദിരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൃദ്ധമന്ദിരങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ സാംസ്കാരിക അധപതനത്തിൻ്റെ ചിഹ്നങ്ങളാണ്. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് കണ്ണുനീരും നെടുവീർപ്പുമായി ഒരു ജീവിതം മുഴുവൻ തള്ളി നീക്കുന്ന, മാതാപിതാക്കൾ തള്ളി നീക്കുന്ന ഇടങ്ങളാണ് നമുക്ക് വൃദ്ധസദനങ്ങൾ. ഒരു പരിധിവരെ നമ്മുടെ വൃദ്ധസദനങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. എന്നാൽ അതാണോ ആധുനിക സമൂഹങ്ങളിലെ, അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും അതുപോലുള്ള ആധുനിക സമൂഹങ്ങളിലെ ഈ സീനിയർ കെയർ ലീവിംഗ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്? ഓരോ മനുഷ്യനും അവരുടെ വാർദ്ധക്യം ആസ്വദിച്ച് ജീവിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന ഇടങ്ങളാണ് അവിടുത്തെ സീനിയർ കെയർ ലീവിംഗ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലും
പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് അനിവാര്യമായിരിക്കുന്ന ഒരു സംവിധാനമാണ് അതെന്നതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. അതെന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമാകുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാകും ഈ സീനിയർ കെയർ ലീവിംഗ് സെൻ്ററുകളെ ഒന്ന് പരിചയപ്പെട്ടാൽ. അതുകൊണ്ട് ഈ ആധുനിക സമൂഹങ്ങളിലുള്ള വാർദ്ധക്യത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഉള്ള സംവിധാനങ്ങളായ ഈ സീനിയർ കെയർ ലീവിംഗ് സെൻ്ററുകൾ എന്താണെന്നും അത് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. നമ്മൾ ഈ സീനിയർ കെയർ ലീവിംഗ് സെൻ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ പെട്ടെന്ന് വരുന്ന ഒരു നേഴ്സിംഗ് ഹോം. അതല്ല, ഓരോ മനുഷ്യനും അവരുടെ ഫങ്ഷണൽ മൊബിലിറ്റിക്ക് അനുസരിച്ച്, അവരുടെ ഫങ്ഷണൽ ക്യാപ്പബിലിറ്റി അനുസരിച്ച് അവർ സ്വയം ജീവിക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന ഇടങ്ങളാണത്. അത് പലതരത്തിൽ ഓരോരുത്തരുടെയും ഫങ്ഷണൽ മൊബിലിറ്റി അനുസരിച്ച് പലതരത്തിലുള്ള സംവിധാനങ്ങളാണ്. അതിലാദ്യത്തേതാണ്, ഒന്നാമത്തേത് ഇൻഡിപെൻഡൻറ്റ് ലീവിങ് ഇൻ റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റി. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ സ്വന്തം വീടുകളിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ അവരുടെ ആ സ്വന്തം വീട് ഇരിക്കുന്നത് ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയിലായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ വീടിൻ്റെ സ്വകാര്യത, പ്രൈവസി എല്ലാം ഉണ്ട്. പക്ഷേ സമാന പ്രായക്കാരായ ആളുകളായിരിക്കും ഈ ചുറ്റുവട്ടങ്ങളിൽ ജീവിക്കുന്നത്. ആ വീട് ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയിലായിരിക്കും. അവിടെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പകൽ സമയങ്ങളിൽ അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും അവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനും അവരുമായിട്ട് ചീട്ടുകളിയും അങ്ങനെയുള്ള മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടാനുമുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ അവർ വളരെ ഹൈലി ഫങ്ഷണലാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മറ്റ് സഹായങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ അവരുടെ വീട് ഇങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയിലായിരിക്കും. അതാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ലീവിങ് ഇൻ റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റി. രണ്ടാമത്തേത് അസിസ്റ്റഡ് ലീവിങ്. ഇവിടെ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അവരുടെ സ്വന്തം വീട്, അവരുടെ പ്രൈവസി, അവരുടെ സ്വകാര്യത എല്ലാം ഉണ്ട്. ആ വീടുള്ളതും ഈ റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. പക്ഷേ അവർ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് അല്ല. അവർക്ക് സഹായം ചില കാര്യങ്ങളിൽ വേണം. ബേസിക്കലി ഹെൽപ്പ് വിത്ത് ADLs എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലീവിങ്. അവരുടെ ദൈനംദിന പ്രഭാത കൃത്യങ്ങൾക്കൊക്കെ ചെറിയ തരത്തിൽ അവർക്ക് സഹായം വേണം. മെഡിക്കേഷൻ കൃത്യമായി എടുത്തു കഴിക്കാൻ പറ്റുന്നവരല്ല, അതിനവർക്ക് സഹായം വേണം. പിന്നെ ഫുഡ് അവർക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് ഈ മീൽസ് ഓൺ വീൽസ് എന്നൊക്കെ പറഞ്ഞതുപോലുള്ള പ്രോഗ്രാമുകൾ. അതായത് ഒരു ഉച്ചയ്ക്കുള്ള ലഞ്ചും ഡിന്നറും അവർക്ക് പാക്കറ്റിലാക്കി കൊടുക്കും. അവർക്ക് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ വേണമെങ്കിൽ ഒരു മോഡിഫൈഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഒരു സംവിധാനമാണ് അസിസ്റ്റഡ് ലിവിങ്. പിന്നെയുള്ളത് ഈ അഡൾട്ട് ഡേ കെയർ ക്ലബ്ബുകളാണ്. അത് ഒന്നുകിൽ അവരുടെ സ്വന്തം റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയിലായിരിക്കില്ല, അവരുടെ നമ്മളിവിടെ ജീവിക്കുന്നത് പോലെ തന്നെ അവരുടെ സ്വന്തം വീടുകളിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ചില കേസിൽ മക്കളോടൊപ്പം ജീവിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളും പാശ്ചാത്യ സമൂഹങ്ങളിൽ ഉണ്ട് കേട്ടോ. അവിടെ ഈ മക്കളോ അല്ലെങ്കിൽ അവർക്ക് ഈ ക്ലബ്ബുകളിലേക്ക് എത്താനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഉണ്ടാകും. രാവിലെ അവിടെ എത്തിക്കാനും വൈകുന്നേരം അവരെ തിരിച്ചു കൊണ്ടുവരാനും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം വാർദ്ധക്യത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ലോൺലിനെസ് ആണ്. ഇറ്റ് ഈസ് ദ ലോൺലിനെസ് ദാറ്റ് കിൽസ് ദം. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഈ സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അവിടെ സമപ്രായക്കാരുമായിട്ടും സോഷ്യലൈസ് ചെയ്തും ഇൻറ്ററാക്ട് ചെയ്തും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതം, വാർദ്ധക്യം ആഹ്ലാദമായി ജീവിക്കാനുള്ള ഇടങ്ങൾ. പിന്നെയുള്ളത് നേഴ്സിംഗ് ഹോമുകൾ നമുക്ക് സുപരിചിതമാണ്. രോഗാതുരരായ മനുഷ്യർ 24 hours ഒരു സ്കിൽഡ് നേഴ്സിൻ്റെ കെയർ ആവശ്യമുള്ളവർ ജീവിക്കുന്ന ഇടങ്ങൾ. ആ നേഴ്സിംഗ് ഹോമിൻ്റെ തന്നെ വിവിധ സംവിധാനങ്ങളാണ്. മെമ്മറി കെയർ, അതുപോലെ പാലിയേറ്റീവ് കെയറും ഹോസ്പിസ് കെയറും നമുക്കും ഇവിടെ ഇന്ന് വ്യാപകമായി നമ്മുടെ സമൂഹത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ പാലിയേറ്റീവ് കെയറും ഹോസ്പിസ് കെയറും ഒക്കെ ഒരു എൻഡ് ഓഫ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ്. ടെർമിനലി ഇല്ലായിട്ടുള്ള അവർക്ക് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വേദനാസംഹാരികൾ മാത്രം കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു എൻഡ് ഓഫ് ലൈഫ് സപ്പോർട്ട് എന്നുള്ള സിസ്റ്റം എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയുമുണ്ട് മറ്റ് പല സംവിധാനങ്ങളും. ഞാൻ ഒത്തിരിയേറെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പോയി സമയം കളയുന്നില്ല എന്ന് കരുതിയാണ്. ഈ ഗ്രൂപ്പ് ഹോം എന്ന് പറഞ്ഞൊരു സംവിധാനത്തിൽ, അതും ഈ റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റിയിൽ, പക്ഷേ ഒരു വീട് തന്നെ ഒന്നിലധികം പേര് ചേർന്ന് ഷെയർ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ഇനിയും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലും ഇന്നിത് അനിവാര്യമായിക്കൊണ്ടിരിക്കുന്നത്? ഒരു കാലത്ത് ജോയിൻറ്റ് ഫാമിലിയായി നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് അപ്പനും അമ്മയും ഗ്രാൻഡ് പാരൻസും പേരക്കുട്ടികളും മുത്തശ്ശനും പിന്നെ അമ്മാവനും അമ്മായി എല്ലാം ഒന്നിച്ച് ജീവിച്ചിരുന്ന കാലത്ത്
വൃദ്ധരായവരെ നോക്കാൻ നമ്മുടെ വീടുകളിൽ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ന്യൂക്ലിയർ ഫാമിലികളായി മാറുകയും സ്ത്രീകളും ജോലി ചെയ്യാൻ ആരംഭിക്കുകയും രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആണ് നമുക്കറിയാം ഇവരെ നോക്കാൻ, ഇവരെ കെയർ ചെയ്യാൻ. ഇപ്പം ഒരു അൽഷൈമേഴ്സ് വന്ന പാരൻസ് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അവരെ വീട്ടിൽ തനിച്ചാക്കി പുറത്ത് പോവുക എന്ന് പറയുന്നത് അവർക്കും സേഫ് അല്ല, നമുക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിലാണ് ഈ ഒരു സിസ്റ്റം അനിവാര്യമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, മക്കൾ വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലോ ഒക്കെയായി. ഒരു അസുഖം വന്നാലൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ അയൽവക്കംകാരനെ വിളിക്കേണ്ട ഗതികേടിൽ ജീവിക്കുന്ന എത്രയോ പേർ. അവിടെയാണ് നമുക്ക് ഈ സംവിധാനം ഉണ്ടാകേണ്ടത്. ഇത് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ എല്ലാം കൊണ്ടുപോയി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ തട്ടാനല്ല. അതിനുള്ള സംവിധാനങ്ങളും ഇന്ന് നമുക്കില്ല. എനിക്കും എൻ്റെ പ്രായത്തിലുള്ളവർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാളെ നമ്മുടെ വാർദ്ധക്യത്തിൽ നമ്മുടെ മക്കൾ നമ്മളെ നോക്കാൻ ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വാർദ്ധക്യം ആസ്വദിച്ച് ജീവിക്കാൻ, ആഹ്ലാദമായി ജീവിക്കാൻ ഉള്ള ഇടങ്ങൾ ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് മാറണം. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. സീനിയേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഏത് സമൂഹത്തിലും അത് സ്റ്റേറ്റിൻ്റെ ധർമ്മമാണ്. പക്ഷെ നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു പക്ഷേ സ്റ്റേറ്റിന് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും കോപ്പറേറ്റീവ് സെക്ടറുമെല്ലാം നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും നമ്മുടെ ഓരോ നഗരങ്ങളിലും ഇതുപോലുള്ള സീനിയർ കെയർ ലീവിംഗ് സെൻറ്റേഴ്സ് നമുക്കുണ്ടാവണം. നമ്മുടെ വാർദ്ധക്യമെങ്കിലും ആഹ്ലാദമായി ജീവിക്കുക. ഈ രണ്ട് വ്യത്യസ്ത സമൂഹങ്ങളിൽ രോഗങ്ങളെയും രോഗാവസ്ഥകളെയും മനുഷ്യർ നേരിടുന്ന രീതികളെ ഒന്ന് പരിചയപ്പെടാം. നമുക്കറിയാം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിസ്സഹായനാകുന്നത് അവൻ്റെ രോഗാവസ്ഥയിലാണ്. ഈ രോഗം ഉണ്ടാക്കുന്ന വേദന, ശാരീരികമായ അനാരോഗ്യം, സാമ്പത്തികമായ പ്രതിസന്ധി, ഇവിടെയാണ് സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഏറ്റവും ഒരു സപ്പോർട്ട് ഒരു മനുഷ്യന് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് ഈ ആധുനിക സമൂഹങ്ങളിൽ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഓരോ രോഗത്തിനും ഉണ്ട് സപ്പോർട്ട് ഗ്രൂപ്പുകൾ. ക്യാൻസർ ബാധിച്ചവരുടെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ, അതിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചവരുടെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ, ലങ് ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്യുന്നവരുടെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ, പാർക്കിൻസൺ ബാധിച്ചവരുടെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ, MS മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ബാധിച്ചവരുടെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു രോഗമുണ്ട് എങ്കിൽ സമാനമായ രോഗമുള്ള ആളുകളെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇൻ്ററാക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ അവരുടെ പ്രശ്നങ്ങൾ പറയുകയും അവരെങ്ങനെയാണ് ഈ രോഗത്തെ അതിജീവിക്കുന്നതെന്ന് അറിയുകയും ചെയ്യുമ്പോൾ അത് നമുക്കൊരാശ്വാസമാകുകയാണ്, അത് നമുക്കൊരു ആത്മവിശ്വാസം തരികയാണ്. ഇവിടെ നമുക്കുമുണ്ട് അങ്ങനെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകൾ. പക്ഷെ നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ കൃപാസനം പത്രവും കൃപാഭിഷേകവും മന്ത്രിച്ചൂതിയ ചരടും ഈ സംഭവങ്ങളുമാണ്. അത് പക്ഷേ അവിടെയും വിശ്വാസത്തിൻ്റെ പേരിൽ രോഗികൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് മാത്രമല്ല, രോഗങ്ങളെ പോലും ആഘോഷിക്കുന്ന ഇവരുടെ രീതി അത് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്ന ബൈ ബൈ ബൂബി പാർട്ടി. ഇതെന്താണ് സംഭവം എന്നറിയാമോ? ഇത് ഒരു പ്രീ മാസക്ടമി പാർട്ടിയാണ്. അതായത് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ബ്രസ്റ്റ് റിമൂവലിനായിട്ട് സർജറിക്കായിട്ട് അവർ തയ്യാറാകുമ്പോൾ അതുപോലും അവരൊരു ആഘോഷമാക്കുന്നു. അവരുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കൂട്ടുകാരും എല്ലാം ഒന്നിച്ചു വന്നുകൊണ്ട് അവർ രസമാണ് അന്നത്തെ പരിപാടികൾ. അവരെല്ലാം അന്ന് ധരിക്കുന്നതെല്ലാം പിന്നെ ബൂത്ത് തീമിൻ്റെ ഡ്രസ്സായിരിക്കും. അവരന്ന് നടുക്ക് കാണുന്നത് പോലത്തെ ബ്രസ്റ്റിൻ്റെ ഷേപ്പിലുള്ള കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് അതൊക്കെ മുറിച്ചിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. പക്ഷേ ഇവരിത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ആ പാർട്ടിയോടനുബന്ധിച്ച് ആ രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവിടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു പേഷ്യൻ്റ് കൊടുക്കുന്ന കോ പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസിനോടൊപ്പം കൊടുക്കുന്ന കോ പേ ഉണ്ട്. അത് തന്നെ വലിയൊരു തുക വരുന്നുണ്ട്. അപ്പോൾ ആ പണം റേസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു രോഗം വന്നാൽ സ്വയം ശപിച്ചും പഴിച്ചും കരഞ്ഞും ഇരിക്കാനുള്ള സമയമല്ല എന്നും ഈ രോഗമൊക്കെ നിസ്സാരമാണ്, നമുക്കിതിനെ ഒന്നിച്ച് ജീവിക്കാമെന്ന് സഹപ്രവർത്തകരും കൂട്ടുകാരും അവരോട് പറഞ്ഞുകൊണ്ട് അത് ആഘോഷിച്ച് അവരെ ആ സർജറിക്കായി അവരെ സജ്ജരാക്കുന്ന സന്തോഷവാന്മാരാക്കുന്ന ആ ഒരു സംഭവമാണ് ഈ ബൈ ബൈ ബൂബി പാർട്ടി എന്ന് പറയുന്നത്.
നമുക്കിത് കാണുമ്പോൾ ഇങ്ങനെ ഒരു ആഘോഷത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു മൂല്യച്യുതി അല്ലെങ്കിൽ എന്തൊരു അശ്ലീലം, ഇതൊക്കെയാണോ ആഘോഷിക്കുന്നതെന്ന് തോന്നും. പക്ഷേ നമുക്ക് അശ്ലീലമെന്നും നമുക്ക് മൂല്യച്യുതി എന്ന് തോന്നുന്ന അതിൻ്റെ പിന്നിലും ഒരു നന്മയുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു വലിയ മൂല്യച്യുതി, തികഞ്ഞ അശ്ലീലം. ഇല്ല, ഈ ചിത്രം കണ്ടാൽ രണ്ടുപേര് ചുംബിക്കുകയാണ്. ചുംബിക്കുന്നതിനേക്കാൾ ഒരു അശ്ലീലം വൃത്തികേട് എന്താണുള്ളത്? അതും ചുംബിക്കുന്നത് രണ്ട് സ്ത്രീകളാണ് സമൂഹ മധ്യത്തിൽ. ഇത് എന്താണ് സംഭവം എന്നറിയാമോ? ഞാൻ താമസിക്കുന്ന മിഷിഗൺ സ്റ്റേറ്റിൻ്റെ അറ്റോർണി ജനറലാണ് അവിടെ ആ വലതുവശത്ത് കാണുന്ന ആൾ. അവരൊരു ലെസ്ബിയനാണ്. അവർ ഇലക്ഷന് മത്സരിക്കുന്നത് ഞാനൊരു ലെസ്ബിയനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവരൊരു സ്റ്റേറ്റിൻ്റെ അറ്റോർണി ജനറലായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞാനും വോട്ട് ചെയ്തത് അവർക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? അവരുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ 7 അയൽപക്കത്ത് വരില്ലായിരുന്നു അവർക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി. അവര് അമേരിക്കയിലെ സുപ്രീം കോടതിയിൽ വാദിച്ച 2 കേസുകളാണ് അമേരിക്കയിലെ LGBT നിയമങ്ങളെ തന്നെ തിരുത്തി എഴുതാൻ കാരണമായത്. അത്രയും മികവും കഴിവുള്ള ഒരാൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഞാൻ എന്തിന് അവരുടെ സെക്ഷൽ ഓറിയന്റേഷനെ കുറിച്ച് ചിന്തിക്കണം? അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം അവിടെ ഉള്ളത് കൊണ്ടാണ് ഒരു ലെസ്ബിയനായ അല്ലെങ്കിൽ അവർ ട്രാൻസ്ജെൻഡറോ ആരും ആയിക്കോട്ടെ, ഇപ്പോൾ അമേരിക്കയിൽ ഈ സ്റ്റേറ്റിൽ ഒരു ലെസ്ബിയൻ അവിടുത്തെ പിന്നെ അറ്റോർണി ജനറൽ ആകുന്നു. അമേരിക്കയിലെ വേറൊരു സ്റ്റേറ്റിൽ ഒരു ഗേ ആണ് അവിടുത്തെ ഗവർണർ. അതുപോലെ നമുക്കറിയാം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കഴിഞ്ഞ ഇലക്ഷനിൽ ഫ്രണ്ട് റണ്ണറായിട്ട് വന്ന പീറ്റ് ബുട്ടിജേജ് ഒരു ഗേ ആണ്. ഇങ്ങനെയുള്ളവർക്കൊക്കെ അവിടുത്തെ ജീവിതത്തിൻ്റെ വിവിധ നിലകളിൽ അവർക്ക് സാധാരണക്കാരനെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നത് ആ സമൂഹം ഈ LGBT സമൂഹത്തെ സാധാരണക്കാരായി കാണുന്നു, അത് തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ജൂൺ മാസം എന്ന് പറയുന്ന LGBT മന്താണ്. സ്കൂളിൽ കുട്ടികൾക്ക് അവരുടെ സെക്ഷൽ ഐഡൻറ്റിറ്റി ക്ലാസ്സിൽ വന്ന് വെളിപ്പെടുത്താനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിൽ വന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അധ്യാപകൻ ആ ക്ലാസ്സിനെ അഭിസംബോധന ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്നായിരിക്കരുത്, ഗുഡ് മോർണിംഗ് സ്കോളേഴ്സ് എന്നാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ വളർന്നു വരുന്ന ആ കുട്ടികൾക്ക്, അങ്ങനെ ഒരു സമൂഹം തന്നെ അങ്ങനെ ആയിരിക്കുന്നിടത്ത് അവർക്ക് ജീവിതത്തിൽ മറ്റാരെയും പോലെ എല്ലാ പൗരാവകാശങ്ങളും ഉള്ളവരായി ജീവിക്കുമ്പോൾ അവർക്ക് മറ്റാരെയും പോലെ ഒരു ഡിസ്ക്രിമിനേഷനും അനുഭവിക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നു. മറിച്ച് നമുക്കറിയാം ഇന്നും ഈ LGBT സമൂഹത്തിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ എന്താണെന്ന്. ഒരു ജീവിതം മുഴുവൻ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാതെ സമൂഹത്തിൻ്റെ ഇരുണ്ട ഗല്ലികളിൽ ജീവിതം ഹോമിച്ച് തീർക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെങ്കിൽ ആധുനിക സമൂഹങ്ങളിൽ ഇതിനെ ഒരു മനോരോഗമല്ല എന്ന തിരിച്ചറിവുള്ള സമൂഹങ്ങളിൽ, അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന സമൂഹങ്ങളിൽ എല്ലാ പൗരാവകാശങ്ങളോടും കൂടി സാധാരണക്കാരായി അവർക്ക് ജീവിക്കാൻ കഴിയുന്നത് ആ ഒരു സാഹചര്യം അവിടെ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ഈ സ്ക്രീനിൻ്റെ കളർ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. എസൻസിൻ്റെ ഈ ലിറ്റ്മസിൻ്റെ ഒരു തീം പോലും ഇതായതും അതുകൊണ്ട് തന്നെയാണ്. ഇതിലും പ്രധാനമെന്ന് തോന്നിയ മുമ്പത്തെ ഒരു വിഷയം സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇത് പറയണമെന്ന് ഞാൻ താല്പര്യപ്പെട്ടതും. ഞാൻ ഈ കമ്പാരിസണൊക്കെ നടത്തിയത്, ഈ താരതമ്യങ്ങൾ നടത്തിയത് ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു ജീവിത രീതി മറ്റൊന്നിനേക്കാൾ മെച്ചമാണ് എന്ന് പറയാനല്ല. നമ്മൾ ഭാരതീയരുടെ മൂല്യങ്ങളൊന്നും മോശമല്ല. നമ്മുടെ മൂല്യങ്ങളിലെ നന്മകളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴും ഇതര സമൂഹങ്ങളിലെ മൂല്യച്യുതി എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാര്യങ്ങളിലെ നന്മകളെ നമുക്ക് ഉൾക്കൊള്ളാനും നമുക്ക് സ്വീകരിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ ഒരാധുനിക സമൂഹമായി എമേർജ് ചെയ്യുന്നത്. അതിന് നമുക്കാകട്ടെ. താങ്ക് യു എസൻസ് ഗ്ലോബൽ. Thank you so much, Mr. James Kurikattil. Now, may I request Mr. Karthikeyan, representative of Essence Kollam, to come to stage and present a memento to Mr. James Kurikattil.